സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ അമ്മച്ചിയെയും എസ്തപ്പാനെയും കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം ദേവിക എസ്തപ്പാനോട് പറയുകയാണ്, എസ്തപ്പാൻ ചേട്ടനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്, നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണമെന്ന്. അങ്ങനെ മുരളിയും ഒരു മുൻകരുതലായിട്ട് എസ്തപ്പാനോട് പറയുന്നുണ്ട്, നന്ദന്റെ കാര്യത്തിൽ എന്തൊക്കെയോ അപകടം സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഒട്ടും വീഴ്ച വരുത്തരുതെന്നൊക്കെ പറയുമ്പോൾ നന്ദന്റെ കൂട്ടുകാരൻ ധൈര്യത്തോടെ പോയിട്ട് വാ, ചന്ദ്രോത്ത് വീടിനു വേണ്ടി ജീവൻ കൊടുത്ത ചരിത്രമേ ഈ എസ്തഫാനുള്ളൂ, അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും, രണ്ടാളും ചെല്ല്, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ച് വിടുകയാണ്. അവർ പോയതിനു ശേഷം എസ്തഫാനാണെങ്കിൽ എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. പിന്നീട് ഭാർഗവിയാണെങ്കിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ കേൾക്കുന്നത്. പോയി ചെന്ന് നോക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് പ്രഭാവതിയാണ്. അവരാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ഇതെന്താ പ്രഭകുഞ്ഞെ, ഒരു മുന്നറിയിപ്പില്ലാതെ, ഇതെന്താ ആകെ വാടി തളർന്നു പോയിരിക്കുന്നുവല്ലോ. ഞാൻ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇവിടെ നിന്നും മുരളി എന്നെ വിട്ടയക്കുന്നില്ല. അവിടെ ഓരോ പ്രശ്നങ്ങളാണെന്നും അതിൽ പോയിട്ട് അമ്മ ബഹളം വെച്ച് കൂടുതലാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ തടുത്ത് നിർത്തുകയാണ്. പ്രഭകുഞ്ഞിന്റെ അവസ്ഥ അറിയാതെ എനിക്ക് യാതൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുരളി ഇവിടെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ഗൗരി ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ വിളിക്കുന്നുണ്ട് ഭാർഗവി. മുരളി ഇവിടെ ഇല്ലാന്നും പുറത്തേക്ക് പോയിരിക്കുകയാണെന്നും പറയുകയാണ്. അങ്ങനെ ഗൗരി വരുമ്പോൾ ആന്റി ആന്റി എപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. മോളൊരു കാര്യം ചെയ്യാമോ? പെട്ടെന്ന് തന്നെ മുരളിയെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ മുരളിയേട്ടൻ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടേ ഉള്ളൂ, ഞാൻ വിളിക്കാം. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ഭാർഗവിക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് നന്ദന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട്. അതിനു മുമ്പായി തന്നെ പ്രഭാവതിയാണെങ്കിൽ ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, മുരളി നിന്നോട് എന്തെങ്കിലും നന്ദനെക്കുറിച്ച് പറഞ്ഞോ മോളെ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ആൻറ്റി എന്നിങ്ങനെ ഗൗരി തുറന്നടിക്കുകയാണ്. ഈ സമയം മുരളിക്കാണെങ്കിൽ എസ്തപ്പാനെ കണ്ട് ദേവിക സംസാരിച്ചതും എസ്തപ്പാന്റെ കയ്യിലേക്ക് നന്ദന്റെ കേസ് വിട്ടുകൊടുത്തതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ മുരളി ചോദിക്കുന്നുണ്ട്, ദേവികയ്ക്ക് എസ്തപ്പാനിൽ വിശ്വാസമുണ്ടോ? ഒരുപക്ഷെ നന്ദൻ പുറം രാജ്യങ്ങളിലേക്ക് പുറം സംസ്ഥാനങ്ങളിലേക്ക് എങ്ങോട്ടാണെങ്കിലും മാറ്റപ്പെട്ടിട്ടുണ്ടാവുക, അപ്പൊ പിന്നെ ഈ എസ്തപ്പാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ മുരളിയേട്ടന് ഒരു പക്ഷേ എസ്തപ്പാൻ ചേട്ടന് വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് വിശ്വാസമാണ്. അല്ല, തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ദേവികയോട് തർക്കിക്കാൻ ഞാനും ആളല്ല, അതിന് ഞാൻ തർക്കമായിട്ട് എടുത്തിട്ടില്ലല്ലോ മുരളിയേട്ടാ. പിന്നെ തർക്കവും പരിഭവമൊക്കെ ഉണ്ടാകുന്നത് സ്നേഹമുള്ളവർക്കിടയിലല്ലേ. ദേവിക, താൻ എന്തൊക്കെയോ പറയുന്നു, എന്തായാലും ഞാനൊന്നും പറയാൻ വരുന്നില്ല, എന്താന്ന് വെച്ചാ ആയിക്കോ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നന്ദനെ കണ്ടുപിടിച്ചെടുക്കും, അത് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോഴേക്കും ദേവികയുടെ ഫോണിലേക്ക് കോള് വരികയാണ്. ഗൗരിയാണ്. അങ്ങനെ ഗൗരി ചോദിക്കുന്നുണ്ട്, മുരളിയേട്ടൻ ഡ്രൈവ് ചെയ്യണമെന്ന്. അതെ, എങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാമോ? എന്താന്ന് കാര്യം ചോദിക്കുമ്പോൾ ഇവിടേക്ക് പ്രഭാവതി ആൻറ്റി വന്നിട്ടുണ്ട്. അമ്മ എന്തിനാ അങ്ങോട്ട് വന്ന്? നന്ദനെക്കുറിച്ച് അന്വേഷിച്ചാണ്, മുരളിയേട്ടനെ കണ്ടിട്ട് എന്തോ കാര്യങ്ങൾ ചോദിക്കണമെന്നാ പറയുന്നത്. ആ ശരി, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യണം. അങ്ങനെ ഗൗരി വിളിച്ചതിനെ കുറിച്ച് മുരളിയോട് പറയുന്നുണ്ട്. എന്ത് കാര്യത്തിനാ പ്രഭാവതി ആന്റി എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത്? അത് പിന്നെ നന്ദനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ദേവിക എന്താ എന്നെ കളിയാക്കുകയാണോ? കളിയാക്കിയതായിട്ട് മുരളിയേട്ടൻ തോന്നിയോ? എന്തായാലും അമ്മ വന്നതല്ലേ. അമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചേ വിടാൻ പാടുള്ളൂ. നമുക്കിനി ഈ ഒരു യാത്ര സ്റ്റോപ്പ് ചെയ്ത് മുരളിയേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. അമ്മ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ മുരളിയെ വീട്ടിലേക്ക് വിട്ടയക്കുകയാണ്. ഈ സമയം സി പി ആവട്ടെ പകപ്പോട് കൂടിയിട്ട് ഓടിയെത്തുന്നുണ്ട്. അരുന്ധതിയാണെങ്കിൽ എന്താ സി പി എന്താന്ന് ചോദിക്കുമ്പോൾ ഋഷിമോൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് സി പി അകത്തേക്ക് കയറിപ്പോകാൻ നിൽക്കുമ്പോൾ ഋഷി അങ്ങോട്ട് വരികയാണ്. എന്താ അങ്കിൾ, എന്ത് പറ്റി? അതെ ഋഷിമോനെ, പ്രധാനപ്പെട്ട ഒരു കാര്യം, നന്ദൻ നമ്മുടെ കസ്റ്റഡിയിലില്ല. എന്ത്? നന്ദൻ നമ്മുടെ കസ്റ്റഡിയിലില്ലെന്നോ? പിന്നെ അവൻ എവിടേക്ക് പോയി? അറിയില്ല, ആ ഇസബല്ലയുടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ അവരെങ്ങാനും നന്ദനെയും കൊണ്ട് പോയോ? ഇസബല്ല നന്ദനെ കിടത്തിന്റെ കലിപ്പിലാണ്, അവൾ എന്നെ വിളിച്ചിരുന്നു. സത്യം പറയടോ, താനല്ലേ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സി പിക്ക് നേരെ കൃഷിയാണെങ്കിൽ പാഞ്ഞെടുക്കുമ്പോൾ വിടട എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതിയാണെങ്കിൽ തടയുകയാണ്. എന്നിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. ചതിച്ചതാണ് താൻ എന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷി അലറി വിളിക്കുന്നുണ്ട്. നിർത്ത്, എല്ലാം കൂടി ഒരു വഴിക്ക് എത്തിച്ചു. കസ്റ്റഡിയിൽ ചെല്ലാനിരുന്ന ആളായിരുന്നു നന്ദൻ. അവനെയാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് അപായപ്പെടുത്താനായിട്ട് നോക്കിയത്. ഇനിയിപ്പോൾ വയസ്സാം കാലത്ത് എനിക്ക് ജയിലിൽ കിടക്കാനായിരിക്കും യോഗം. ഓരോരോ പെയ്യാവേലികൾ എടുത്തു വെച്ചോളും. അങ്ങനെ ഋഷിയും സി പിയും വരുന്നതിയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നന്ദൻ എവിടെയെന്നറിയാതെ. പിന്നീട് മുരളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രഭാവതിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ആന്റിയോ? ആന്റി എന്തിനാ വന്ന്? അത് മോനെ, സത്യം മാത്രം പറയാൻ പാടൂ. നന്ദനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ പറയേ. നന്ദന് മോനെ കഴിഞ്ഞിട്ടുള്ളൂ മറ്റൊരു ഫ്രണ്ടും. അതൊക്കെ പണ്ടായിരുന്നില്ല ആന്റി. ഇപ്പൊ കെവിനെ പോലുള്ള ബിസിനസ്സുകാർ വന്നപ്പോ ഈ പഴയ ഓട്ടോറിക്ഷക്കാരനെ അവന് കണ്ണിൽ കാണുന്നില്ല.
എന്തായാലും ഞാനൊരു കാര്യം പറയാം. നന്ദൻ എൻ്റെ ഈ ഹൃദയത്തിലാണ്. അവൻ കഴിഞ്ഞ് മറ്റാരും എനിക്കുള്ളൂ. ഞാൻ എന്തായാലും അവനെ തഴഞ്ഞു കളഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവൻ എന്നോട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഞാൻ അടുക്കാനായിട്ട് പോകുമ്പോഴൊക്കെ എന്നെ ആട്ടി വിട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നന്ദനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ പകപ്പ് തന്നെയാണ് എനിക്കിപ്പോഴുള്ളത്. അല്ലാതെ അവൻ എവിടെയാണെന്നുള്ള ഒരു തരി സത്യം പോലും എനിക്കറിയില്ലെന്ന് പറയുമ്പോൾ മോൻ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ അതോ കൈമലർത്തുന്നതാണെന്ന് ചോദിക്കുമ്പോൾ, "രണ്ടും അല്ല ആന്റി. എന്നോട് അവനൊന്നും പറയാറില്ല. പിന്നെ ദേവികയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്തൊക്കെയോ പറയുന്നു. എനിക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, അവൾക്ക് നല്ല വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം. അതുകൊണ്ട് നന്ദനെ കണ്ടെത്തി തരുമെന്നൊക്കെ പറയുമ്പോൾ, ഈ ഒരു ആശ്വാസ വാക്കുകളൊന്നും കേൾക്കാനല്ല മുരളി ഞാൻ ഇങ്ങോട്ട് വന്നത്. മോന് സൗഹൃദത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ആന്റിയെ കണ്ണ് കെട്ടാനായിട്ട് നോക്കേണ്ട. നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം. മോന് സത്യം പറ. എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആന്റിയോട് പറയ്" എന്നൊക്കെ പറയുമ്പോൾ, "ഇല്ല, ഇല്ല ആന്റി, സത്യമാ പറയുന്നത്. അല്ലെങ്കിലും ആർക്കും എൻ്റെ നന്ദനെ കാണാതായതിൽ ഒരു വിഷമവുമില്ല. അവിടെ സിദ്ധുവും ദേവികയൊക്കെ വളരെ കൂളായിട്ട് നടക്കുന്നെ. എനിക്ക് മാത്രമേ എൻ്റെ മോനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ" എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. "ആരും എന്നെ സഹായിക്കേണ്ട. ഞാൻ തന്നെ ഒറ്റയ്ക്ക് എൻ്റെ മോനെ കണ്ടെത്തും" എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ യാത്ര പറഞ്ഞിറങ്ങാൻ നേരം മുരളി ചോദിക്കുന്നുണ്ട്, "ആന്റി ഞാൻ കൊണ്ടാക്കട്ടെ" എന്ന്. "വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം" എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആ കാഴ്ച കണ്ട് ഭാർഗവിക്കും ഗൗരിക്കും മുരളിക്കും സത്യത്തിൽ വിഷമാവുന്നുണ്ട്. അങ്ങനെ അവർക്കത് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനും കഴിയുന്നില്ല. പിന്നീട് ശാരികയാണെങ്കിൽ കെവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് രാധിക വരികയാണ്. "എടി ആരോടാ സംസാരിക്കുന്നത്? അതെൻ്റെ ഒരു ഫ്രണ്ടാ." "ഓ, ഏത് സമയം നോക്കിയാലും ഈ ഫ്രണ്ടിനോട് സംസാരിക്കാതെ ആ ദേവിയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്ക്. ദേവേച്ചി എന്തിനാ അമ്മേ ഇങ്ങനെ വെറുതെ വെറുതെ വിളിക്കുന്നത്? ദേവേച്ചി പറഞ്ഞല്ലോ അവിടെ ഹരിയക്കൾ വന്നിട്ടുണ്ടെന്ന്. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് വെറുതെ വിളിച്ച് ശല്യം ചെയ്യണ്ട" എന്നൊക്കെ പറയുമ്പോൾ, "ആ, അല്ലെങ്കിൽ നിനക്ക് ഓരോരോ ന്യായങ്ങളുണ്ടാവും. ഞാൻ വന്ന് ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ." എന്തായാലും ശാരിക അത് ചെവിക്കൊള്ളുന്നില്ല. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ ഭാർഗവിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് ഗിരീഷിനോടും എല്ലാവരോടായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. "ആർക്കും ഒരു വിഷമവുമില്ല. എൻ്റെ മോനെ കാണാതായിരിക്കുന്നു. എന്താ ഇത്? ഒരു എം.എൽ.എയുടെ ഭർത്താവായിട്ട് നന്ദന് ഇത്ര വരെയേ ഉള്ളൂ" എന്നൊക്കെ ചോദിക്കുമ്പോൾ, "അതെ, മേഡത്തിന്റെ അതേ സംശയം തന്നെയാണ് എനിക്കുള്ളത്. കുറെ ദിവസമായി എൻ്റെ മനസ്സിലും ഇത് കടന്ന് ഓടി കളിക്കുന്നു. പറയ് സാർ, ഇതിലൊക്കെ അർത്ഥം എന്താ? നിങ്ങൾക്കാർക്കും ഒരു വിഷമവുമില്ലേ? നന്ദനെ മിസ്സായിട്ട് ഇപ്പൊ 3 ദിവസമൊക്കെ ആയി" എന്നൊക്കെ പറയുമ്പോൾ, എന്താ എന്താ ഗിരീഷ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ? പിന്നെ പ്രഭാവതി, നന്ദൻ മിസ്സായി എന്ന് പറഞ്ഞു. അവൻ എവിടേക്ക് പോയെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും കിട്ടിയിട്ടില്ല. ആഹ് ഇനിയിപ്പോ അവനായിട്ട് ഇറങ്ങി പോയതാണെന്നും അറിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്നേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ് ഗിരീഷിനോടും പ്രഭാവതിയോടും. എന്തായാലും ഹരിവക്കീലാണെങ്കിൽ വളരെ കൂളായി തന്നെയാണ് ഇരിക്കുന്നത്. അയാൾക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം. ഒരുപക്ഷെ ഹരിവക്കീലിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കണം നന്ദൻ. അപകടങ്ങൾ മുൻകൂട്ടി കണക്ക് കൂട്ടി തന്നെയായിരിക്കണം ഹരിവക്കീലിന്റെ നീക്കവും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.